Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോടിന് കുറുകെ കിടന്നിരുന്ന വാഗമരം നഗരസഭ പണം ചെലവഴിച്ച് മുറിച്ചു മാറ്റിയ നടപടി വിവാദമാകുന്നു. തോടിന്റെ കരയിൽ സ്വകാര്യ വളപ്പിലെ മരമാണിതെന്ന് ആരോപിച്ച് UDF രംഗത്തെത്തി. തോടിന് കുറുകെ ഒഴുക്കിന് തടസ്സമായി കിടന്നിരുന്ന മരമാണ് മുറിച്ച് കരയ്ക്കു കയറ്റിയത്. ഇതിനായി 77,000 രൂപ നഗരസഭാ അധ്യക്ഷ മുൻകൂർ അനുമതി നൽകിയത് സാധൂകരണത്തിനായി നഗരസഭാ കൗൺസിൽ യോഗം പരിഗണിച്ചെങ്കിലും UDF BJP അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. വാഗമരം വിലപിടിപ്പുള്ളതാണെന്നും 77,000 ചെലവാക്കി വെട്ടേണ്ട കാര്യമില്ലെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. ഉണങ്ങി ബലക്ഷയം ബാധിച്ച മരമായതിനാലാണ് മൂല്യം നഷ്ടപ്പെട്ടതെന്നും ഇതുമൂലമാണ് അങ്ങോട്ട് പണം നൽകി വെട്ടിമാറ്റേണ്ടി വന്നതെന്നും ഭരണസമിതി വിശദീകരിച്ചെങ്കിലും അജണ്ട അംഗീകരിക്കപ്പെട്ടില്ല. പിന്നാലെയാണ് സ്വകാര്യ വളപ്പിലെ മരം മുറിക്കാനാണ് നഗരസഭ പണം മുടക്കിയതെന്ന ആരോപണവുമായി UDF രംഗത്തെത്തിയത്. നടപടിയിൽ ക്രമക്കേട് വന്നിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച NK ജയരാജൻ, KB ശശികുമാർ, മുഹമ്മദ് അലി നാലകത്ത്, KK ഉണ്ണികൃഷ്ണൻ എന്നിവർ ആരോപിച്ചു. ഒരു മരം വെട്ടി മാറ്റുവാൻ 77,000 രൂപ ചെലവ് വന്നു എന്ന് പറയുമ്പോൾ സാമാന്യം തലയിൽ ആൾതാമസമുള്ള ആളുകൾക്ക് അത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. ഇവിടെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റപ്പാലം നഗരസഭയിലെ ഭരണസമിതിയിലെ ഒരു ഉന്നതനായ ഒരു ആളുടെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. ഈ സ്ഥലത്ത് നിന്ന് മരം ചാഞ്ഞ് തോട്ടിലേക്ക് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥന് രേഖാമൂലം നോട്ടീസ് നൽകി അത് വെട്ടിമാറ്റാൻ ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ മറ്റ് ചില ലക്ഷ്യത്തോട് കൂടിയിട്ട് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ 77,000 രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞ് മരം വെട്ടിമാറ്റി എന്ന് പറയുന്ന കണക്ക് അതിൽ വലിയ രീതിയിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ട്, അഴിമതിയുണ്ട്. ആ അഴിമതി കഥകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പാലം നഗരസഭയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 5-5.5 വർഷക്കാലമായിട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബിനാമികളാണ് ഇതെല്ലാം ഈ കരാറുകാരൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനാമി ആയിട്ടാണ് പലരും ഇവിടെ ഒറ്റപ്പാലം നഗരസഭയിലെ പലതും ഏറ്റെടുത്തുകൊണ്ട് പല കണക്കുകളും കള്ളക്കണക്കുകളാക്കി അവതരിപ്പിച്ച് പൊതുജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് UDFൻ്റെ കൗൺസിലർമാർ അകത്തും പുറത്തുമൊക്കെ സമരങ്ങളുമായിട്ടുണ്ടാവും. Time Kids Preschool, Manannur Road, വാണിയംകുളം. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.